എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ തരുന്ന ഒരു ഡൊമെയിനാണിത്. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സാണ് വരുന്നത്. ഒരു ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതിൻ്റെ പേരിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ആപ്ലിക്കേഷനിൽ തരുന്നുണ്ട്. നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന്. ടെക്നോളജീസ് ഒക്കെ വളരെയധികം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലത്ത് നോക്കുവാണെങ്കിൽ AI വളരെയധികം ഡെവലപ്ഡ് ആയി. പിന്നീട് ഇങ്ങനെ ഒരു എക്സ്പെൻസ് വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്. അപ്പോൾ കൂടുതലായും അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രിഫർ ചെയ്യുക. ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് നേടിയെടുക്കാനും പറ്റി. എങ്ങനെയാണ് അങ്ങനെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകാനും അഡ്മിഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്നത്? ഫീസ് ആക്ച്വലി ഇല്ല. ബിടെക് എടുക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും ഒരു സ്വപ്നമായിരിക്കും ഏതെങ്കിലും ഒരു പ്രീമിയം IIM ക്യാമ്പസിൽ നിന്ന് MBA കരസ്ഥമാക്കുക എന്നത്. ഇന്ന് എന്റെ കൂടെയുള്ളത് ബ്രില്യന്റിലെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ബ്ലെയ്സ് ആണ്. 2021 ബ്ലെയ്സ് ബ്രില്യന്റിൽ നിന്നും പാസ് ഔട്ടായി. കൂടാതെ 2021 IIIT കോട്ടയത്ത് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷനിൽ ഇപ്പോൾ 4th ഇയർ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുകയാണ്. മറ്റേതൊരു വിദ്യാർത്ഥിയിൽ നിന്നും ബ്ലെയ്സിനെ വ്യത്യസ്തമാക്കുന്നത് 4th ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലെയ്സിന് IIM ബാംഗ്ലൂരിൽ മാനേജ്മെന്റിൽ PhD അഡ്മിഷൻ നേടി എന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ബ്ലെയ്സിന്റെ വിശേഷങ്ങൾ അറിയാം. സോ ബ്ലെയ്സ്, കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. അപ്പം ബ്ലെയ്സിനെ പോലെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമാണ് ഇതുപോലെ IIM അഡ്മിഷൻ നേടണം എന്നുള്ളത്. അപ്പം ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് നേടിയെടുക്കാനും പറ്റി. എങ്ങനെയാണ് അങ്ങനെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകാനും അഡ്മിഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്മിഷൻ പ്രോസസ്സിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ബിടെക് അല്ലെങ്കിൽ 4 ഇയർ ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു 6 month 7 month പ്രോസസ്സാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, അതുപോലത്തെ കുറേ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതോടൊപ്പം നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത ബാച്ചിലേഴ്സിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഓരോ ഡൊമെയിനനുസരിച്ച് പല വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂസാണ്. അപ്പോൾ എനിക്ക് ഓൺട്രപ്രണർഷിപ്പ് ആയിരുന്നു ഡൊമെയിൻ. അപ്പോൾ അതിന് ആദ്യം ഒരു റിസർച്ച് പേപ്പർ വായിക്കാൻ തരും. അതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ ഒരു ഇൻ്റർവ്യൂ. ഇങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ പോയത്. പല ഡിഫറെൻറ്റ് ഡൊമെയിൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇത് ഏതൊരു 4 ഇയർ ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എന്നാലും IIIT കോട്ടയം അത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരു ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതിൻ്റെ പേരിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ആപ്ലിക്കേഷനിൽ തരുന്നുണ്ട്. നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന്. ഇതിന് MBAയോ ഒരു മാസ്റ്റേഴ്സോ നെസസറി അല്ല, എന്നാലും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അവർ ചെക്ക് ചെയ്യുന്നത് ആകെ നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റ് ആണ്. റിസർച്ചിന് പോകാൻ താല്പര്യമുള്ള ഒരാളാണോ, റിസർച്ചിനോട് നിങ്ങളുടെ ഒരു ഐഡിയോളജി, റിസർച്ചിലേക്ക് നിങ്ങളുടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെ, അങ്ങനെ ഒരു രീതിയിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഞാൻ ബാച്ചിലേഴ്സ് പഠിച്ചിരുന്ന സമയത്ത് തന്നെ അത് ഇവിടെ IIITയിൽ തന്നെ ഞാൻ ഇഷ്ടംപോലെ റിസർച്ച് പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു. ഡൊമെയിൻ മാനേജ്മെന്റ് ആണെങ്കിൽ കൂടെ ഞാൻ സൈബർ സെക്യൂരിറ്റി ആണ് പഠിച്ചത്. എൻ്റെ റിസർച്ചും കാര്യങ്ങളും എല്ലാം സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിലും മാനേജ്മെന്റിലോട്ട് മാറുന്നതിന് അവർക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ജസ്റ്റ് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എത്ര നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ IIM ബാംഗ്ലൂർ എന്ന് പറയുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് മാനേജ്മെന്റിൽ. ബട്ട് വേറെ IIMകളിലും ഇതേ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് നിങ്ങൾക്ക് താല്പര്യമുള്ളതിന് ഏതിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. IIM ബാംഗ്ലൂർ അല്ലെ കോഴിക്കോട് എവിടെയും കിട്ടും. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഇതുപോലെ ഒരു അഡ്മിഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? ഇപ്പോൾ മാനേജ്മെന്റ് ഡൊമെയിൻ ആണെന്ന് പറഞ്ഞാലും ഡേറ്റ പ്രോസസ്സിംഗ് എല്ലാവർക്കും ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എല്ലായിടത്തും ഒരു പ്രിഫറൻസ് ഉണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിലും റിസർച്ചിന് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് മാത്രമേ റിസർച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അവർ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിച്ചു തരുന്നതിനേക്കാൾ നല്ലത് നേരത്തെ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നുണ്ട്. MBA എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം പോകുന്നത് ഒന്നല്ലെങ്കിൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ HR, അല്ലെങ്കിൽ ഫിനാൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന കാരണം ആരുടെയും മനസ്സിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അധികം ആരും കേട്ടിട്ടില്ലായിരിക്കും.
അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം? അത് മാത്രമല്ല, അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത്? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് പൊതുവെ ഒരു പുതിയതായി വന്ന ഒരു ഡൊമെയിനാണ്. അപ്പോൾ ഇത് മാർക്കറ്റിങ്ങും ഫിനാൻസിൻ്റെ എല്ലാം ഒരു മിക്സ് ആയിട്ടാണ്. എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ തരുന്ന ഒരു ഡൊമെയിനാണിത്. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സാണ് വരുന്നത്. ഒരെണ്ണം പർട്ടിക്കുലറായിട്ട് എടുക്കാത്തതിൻ്റെ കാര്യം, എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ ഇപ്പോൾ ബിടെക് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത് ഓൺട്രപ്രണർഷിപ്പ് എടുത്തത്. അപ്പോൾ ഇതിലും ജോലി സാധ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രൊഫസറായിട്ട് കയറാം, അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറിന് പോകാം. ഇനി അതും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് ഏതെങ്കിലും കമ്പനീസിൽ മാർക്കറ്റിങ്ങിനോ സ്ട്രാറ്റജിസ്റ്റോ ആയിട്ട് കയറാവുന്നതാണ്. അതിനെല്ലാം ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ടോപ്പ് ടയർ IIMs പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി IIM എന്നൊക്കെ പറയുന്നത് പ്രീമിയം ക്യാമ്പസുകളാണല്ലോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മിനിമം ഒരു 20 lakhs ഒക്കെയാണ് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഫീ, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ MBAക്ക് പകരം അതിലൊരു PhD എടുക്കാനാണ് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ? ഫീസ് ആക്ച്വലി ഇല്ല. ഡോക്ടറിൽ നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും ഫീസ് പൊതുവെ ഇല്ലാത്തതാണ്. ഇവർ നമുക്ക് ഫണ്ട് തരുകയും ചെയ്യും. പെർ മന്ത് 42K ആണ് കിട്ടുന്നത്. അതോടൊപ്പം ഹോസ്റ്റൽ സൗകര്യവും നമുക്ക് അവൈലബിൾ ആണ്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർ തരും. ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രം നമ്മളായിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 20K പെർ മന്ത് തരും ഔട്ട്സൈഡ് റെസിഡൻസി എടുക്കുന്നതിന്. PhDയുടെ ഡ്യൂറേഷൻ ഏതൊരു ക്യാമ്പസിലും 5 വർഷമാണ്. അപ്പോൾ IIMലും നമുക്ക് മാക്സിമം 5 വർഷം വരെ PhD ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തെ 2 വർഷം മാൻഡേറ്ററി കോഴ്സ് വർക്ക്. അപ്പോൾ ഓരോ വർഷവും ട്രൈ സെമസ്റ്റർ ആയിട്ടാണ്. MBA പോലെ തന്നെ 3 സെമസ്റ്റർ ഉണ്ട് ഓരോ ഇയറിലും. അപ്പോൾ അങ്ങനെ 6 സെമസ്റ്റർ കോഴ്സ് വർക്കും അതിനുശേഷം ഡിസർട്ടേഷൻ, അതായത് തീസിസ് എന്ന് സബ്മിറ്റ് ചെയ്യുന്നു. അന്ന് നമുക്ക് PhD കംപ്ലീറ്റ് ചെയ്യാം. 5 years വരെ ഒരു ഫണ്ട് ചെയ്യും. തീസിസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് അവിടെ തന്നെ റിസർച്ച് തുടരണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ബ്ലേസിന്റെ ബിടെക് എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റിയാണ് സ്പെഷ്യലൈസേഷൻ. അപ്പം ഏതൊക്കെ മേഖലകളിലാണ് സൈബർ സെക്യൂരിറ്റി ജോലി സാധ്യതകളുള്ളത്? സൈബർ സെക്യൂരിറ്റിയിൽ വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫോറൻസിക് അനലിസ്റ്റ് ആയോ ഓഡിറ്ററായിട്ടോ കമ്പനിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ടും അവർ ചോദിക്കുന്നത് സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും. കോളേജിന് പുറമെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ് ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ടും അവർ ആവശ്യപ്പെടുന്ന ഒരു സാധനം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു സാലറിയിൽ ഒരു ജോബ് സെക്യൂർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യം പറഞ്ഞില്ല, പ്രധാനമായി എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും? ഇപ്പോൾ കോംഷ്യ, സെക്യൂരിറ്റി പ്ലസ്, അല്ലെങ്കിൽ ISC സ്ക്വയർ മുതലായ സർട്ടിഫിക്കേഷൻസ്, അതും ഇൻഡസ്ട്രിയിൽ ബേസ് ചെയ്തിട്ടാണ് ഇവർ സർട്ടിഫിക്കറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിന് സ്പെഷ്യൽ ട്രെയിനിങ്ങും എക്സാമിനേഷൻസും കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ ജോബും അതുപോലെ തന്നെ പ്രൊമോഷൻസും നമുക്ക് ഈസിലി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്നോളജീസ് ഒക്കെ വളരെയധികം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് നോക്കുവാണെങ്കിൽ AI വളരെയധികം ഡെവലപ്ഡ് ആയി, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇപ്പം കുറേ അധികം കോളേജസ് ഈ AI സൈബർ സെക്യൂരിറ്റിയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, അതിനുള്ള ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഒരു +2 കഴിഞ്ഞ് വരുന്ന ഒരു വിദ്യാർത്ഥി ഇപ്പം AIയോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയോ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം ഒരു കോളേജ് തിരഞ്ഞെടുക്കുന്നതും അവിടുത്തെ അഡ്മിഷനിലേക്ക് പോകേണ്ടതൊക്കെ? ഇപ്പോൾ AI ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും പ്രധാനമായിട്ടും ഇതിൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ആയിട്ട് ഒത്തിരി എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനറിയും സോഫ്റ്റ്വെയർസും ആണ് ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെയാണ് മിക്കതും. അപ്പോൾ അതിനനുസരിച്ച് അത്രയും എക്സ്പെൻസസ് മുടക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ ഹാർഡ്വെയർസ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പിന്നീട് ഇങ്ങനെ ഒരു എക്സ്പെൻസ് വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്. അപ്പോൾ കൂടുതലായും അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രിഫർ ചെയ്യുക. പുറമെ ഇവർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് എത്ര ക്വാളിഫൈഡ് ആണെന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ PhD എടുത്തവരാണ് സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കുന്നതെങ്കിൽ അത്ര നല്ലത്. അല്ലാതെ മറ്റൊരു ഫീൽഡിൽ നിന്ന് സൈബർ സെക്യൂരിറ്റി പഠിച്ചെടുക്കുന്നവരെക്കാൾ കൂടുതൽ
അതിൽ തന്നെ ആ ഡൊമൈനിൽ തന്നെ PhD എടുത്തവരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ എക്സ്പോഷർ ഉള്ളതും കൂടുതൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതും നല്ല പ്രൊഫസേഴ്സും ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കാൻ നോക്കിയാൽ മതി. രാജ്യത്തെ തന്നെ രണ്ടാമത്തെ പ്രീമിയം IIM ക്യാമ്പസിലാണ് ഇപ്പം അഡ്മിഷൻ നേടിയെടുത്തിരിക്കുന്നത്. അപ്പം ഇനിയും ഭാവിയിൽ അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് ഇതുപോലെ തന്നെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുക്കാനും ഡോക്ടറേറ്റ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.